Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, Morning, ma'am. ma'am. Morning. Good morning, ma'am. Morning. Okay, prayer ഒക്കെ കഴിഞ്ഞിരുന്നോ? ആരായിരുന്നു prayer? മാം ഞാൻ പറയാം. മാം 1 സെക്കൻഡ്. സ്വപ്ന ചേച്ചി പ്രയർ പറയോ? പറയാം. ഓക്കെ. സോറി മാം, സ്വപ്ന ചേച്ചി ആയിരുന്നു ഇൻചാർജ്, വരാത്തോണ്ടാ ഞാൻ പറയാന്ന് പറഞ്ഞത്. Okay. Our Heavenly Father, we are praying this beautiful morning. God, please give us knowledge and understanding. Please give us our teachers and students and bless us, give us daily bread. We are praying in Jesus' name. Amen. Sign in ഞാൻ പറയാം. A very good morning to everyone. I am very happy to see you all together here. Thank you all for joining this class. I would like to extend a warm welcome to our respected Disha teacher and my dear friends who have joined us here. I hope you will all enjoy this class, and I am sure that it will turn out to be great success and a memorable for all for us. Thought of the day, quoting the words of APJ Abdul Kalam, success is our own shadow. Don't try to catch it, walk your own way. It will automatically follow you. Remember, shadow follows you only when you walk towards brightness. Thank you. Okay. ഞാൻ ഇന്ന് വലിഞ്ഞു കയറി വന്നതാണേ. ഫ്രൈഡേ ഞാൻ ഉണ്ടാവില്ല, അതുകൊണ്ടാ ഞാൻ ഓർത്തു ഒരാഴ്ച ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ കുറെ വർഷങ്ങളോളം കാണാത്ത പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ക്ലാസ് വേറൊരു ദിവസം എടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ എവിടെ വരെയായി? പ്ലക്കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായി. ഇങ്ങനെ മതിയോ? ചെറുതായി മതി. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ പിടിക്കാൻ പറ്റണം. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ പിടിപ്പിച്ചൊക്കെ നോക്കും. ഇതാ ഇങ്ങനെ ചെറിയ സ്റ്റിക്കർ പേപ്പറിന്റെ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡിന്റെ കഷ്ണം തന്നെ. അങ്ങനെ വളയുന്നില്ല. അതാ ഇങ്ങനെ വളഞ്ഞു പോവില്ല. കുറച്ച് ബ്ലാഡ് ആയിട്ട് കാണുവാണോ? നമ്മളൊരു ഒരു പുക. കണ്ണിന് കുഴപ്പമില്ലല്ലോ. എന്റെ സ്ക്രീന് ചെറിയൊരു കുഴപ്പമുണ്ടതാ, അല്ലാതെ നല്ല ക്ലിയർ ഉണ്ട്. കയ്യിലുള്ളത് കാണാൻ ക്യാമറ ഒന്ന് തുടച്ചാ ശരിയാവോ? ഇല്ല, അതിന്റെ അവിടെ സ്പാർക്ക് വീണതാ മോള് എറിഞ്ഞിട്ട്. വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആർക്കെങ്കിലും കാണിക്കാനുണ്ടോ? ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞേ? എത്ര സ്റ്റെപ്സ് ഉണ്ട് മുത്താസ് ചെയ്ത പ്ലക്കാർഡ്? 7 സെറ്റ് ആയിട്ട്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞത് ഒന്ന് പറയാമോ? സെൻസിറ്റീവിനെ കുറിച്ച്. അബൌട്ട് സെൻസിറ്റീവ്. നോസ് യേസ് അതല്ലേ മിസ്സാ പറഞ്ഞേ? മിസ്സാണ് വേറെ യൂണിറ്റ് 8 എങ്ങാണ്ടല്ലായിരുന്നു. പാർട്ട് 1 ആണോ? ഞാൻ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അല്ലേ, അതല്ലേ എടുത്തോണ്ടിരുന്നേ യൂണിറ്റ് 2? ഏത് മിസ് അപ്പം ഇയേഴ്സും നോസും ഒക്കെ കാണിച്ചത്? അതിന്റെ അങ്ങനെ ചെയ്യണമെന്നും ഇന്നലെ പറഞ്ഞത് ഇയേഴ്സിന്റെ സെൻസ് ഓർഗൻസിന്റെ എല്ലാം ഇമേജസ് നമ്മള് ഫ്ലാഷ് കാർഡായിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതുണ്ട്. മിസ് നമ്മള് യൂണിറ്റ് 6 മെന്റൽ ആൻഡ് ഹെൽത്ത് ഹൈജീൻ ഇനി എടുക്കണം. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എടുക്കണം. ഓക്കെ, സോ പാർട്ട് 2ലേക്ക് ടീച്ചേഴ്സ് എടുത്തു തുടങ്ങി അല്ലേ? പാർട്ട് 2 നിഷമാമ എടുത്തിട്ടുണ്ട്. സോ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? ഇല്ല മാം, ചെയ്തിട്ടില്ല. ഫ്രേസ് അത് ഹെൽത്തിലായിരുന്നു. ഫ്രേസസ് നിങ്ങൾ ചെയ്തത് ഹെൽത്ത് ആൻഡ് ഹൈജീനിലല്ലേ?
ഓക്കെ, ഞാനൊന്ന് ഷെയർ ചെയ്യാട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, സോ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മൾ എവിടം വരെയായി? സ്റ്റാർട്ട് ചെയ്തോ അതോ എന്തെങ്കിലും പോർഷൻസ് വരെ? സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മാം. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മൾ കംപ്ലീറ്റ് കഴിഞ്ഞു. അതെ, കഴിഞ്ഞു. സോ നമ്മൾ ശരീരത്തിന്റെ ആരോഗ്യം, അതിന്റെ ഹൈജീൻ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കുറെ സംസാരിച്ചു. ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞു. സോ മനസ്സിന്റെ ആരോഗ്യം, അതാണ് അടുത്തത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നാൽ, ഒരു സെക്കൻഡ് കേട്ടോ, ഓക്കെ. ശരീരത്തിന്റെ ആരോഗ്യത്തെ പറ്റി നമ്മൾ കുറെയൊക്കെ സംസാരിച്ചു. അതിനെ പറ്റിയുള്ള ഫ്രേസസ് നമ്മൾ കളക്ട് ചെയ്തു. 10 പേരെ മീറ്റ് ചെയ്യുന്ന, അതൊക്കെ നമ്മൾ കഴിഞ്ഞല്ലേ? 10 പേരെ മീറ്റ് ചെയ്ത് അവരോട് ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് അവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവർ ഹെൽത്ത് എന്താണ്, അവരുടെ കൺസെപ്റ്റ് എന്താണ്, ഹെൽത്തി ആയിരിക്കാൻ അവരെന്തൊക്കെ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ നമുക്കും ഒരു തോന്നൽ, ഒരു ഉൾവിളി വന്നു, ഞാനും എന്റെ ആരോഗ്യം സംരക്ഷിക്കണം എന്നുള്ള രീതിയിൽ. അങ്ങനെയൊക്കെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, മനസ്സിന്റെ ആരോഗ്യം. നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് എടുത്തതാണോ? ഫസ്റ്റ് എയ്ഡ് എടുത്തിരുന്നോ? എടുത്തിരുന്നു. ഓക്കെ. ഫസ്റ്റ് എയ്ഡ് എടുത്താലും ഇല്ലെങ്കിലും നമ്മൾക്കറിയാം നമ്മുടെ വീട്ടില് എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ ഉണ്ടാവും. ഒരു മുറിവ് വന്നാൽ പെരട്ടാനും, പൊള്ളലിന് പെരട്ടാനും, അല്ലെങ്കിൽ ചെറിയ പൊടിക്കൈകൾ ഒക്കെ നമുക്കറിയാം. അങ്ങനെ പെട്ടെന്ന് ഒരു പൊള്ളൽ വരുമ്പോ എന്തെങ്കിലും ഒരു ഇൻസെക്ട് ബൈറ്റ്, എന്തെങ്കിലും നമ്മളെ കുത്തുവോ, തേനീച്ചയോ കടന്നലോ അങ്ങനെ എന്തെങ്കിലും കുത്തുവാണെങ്കിൽ ആ ഒരു അതിന്റെ ആ മുള്ള് അതിന്റെ അത് മാറ്റാനൊക്കെ ആയിട്ടുള്ള കുറെ റെമഡി, മുള്ളു കുത്തുവാണെങ്കിലൊക്കെ നമുക്കറിയാം. അങ്ങനെ പെട്ടെന്ന് നമ്മൾ പ്രോംപ്റ്റ് ആയിട്ട് തന്നെ അവിടെ റെസ്പോണ്ട് ചെയ്യും. അപ്പൊ അതുപോലെ, അതായത് ശരീരത്തിൽ ഒരു മുറിവ് വന്നാൽ നമ്മൾ ആ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ട്, അതിനെ ഹീൽ ചെയ്യാനായിട്ട് നമ്മൾ മരുന്ന് പെരട്ടും. അത് ഹീലായി ഉണങ്ങുന്നവരെയും നമ്മൾ കെയർ ചെയ്ത് മരുന്നൊക്കെ പെരട്ടും. അത് മരുന്നൊക്കെ പെരട്ടി അത് ഉണങ്ങി കഴിയുമ്പോ എന്താ, പാടുണ്ടാവും അല്ലെ? പാട് കാണുമ്പോൾ നമുക്ക് ആകെ ഒരു വിഷമം, നമ്മുടെ സൗന്ദര്യത്തെ ബാധിക്കുന്നതാണ് കേട്ടോ. ആ പാട് മാറാനായിട്ട് മാക്സിമം നല്ല ബ്രാൻഡിന്റെ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അത് പെരട്ടി ഇങ്ങനെ നോക്കി അങ്ങനെ നമ്മൾ ആ സ്കാറിന്റെ ആ പാട് ഇല്ലാത്ത രീതിയിൽ അതിനെ ആക്കിയെടുക്കും. അത്രയും നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ ഒരു ഇഞ്ചുറിയോ പൊള്ളലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫോമിറ്റീസ് വരുമ്പോ അതിനെ നേരെയാക്കാനായിട്ട് നമ്മൾ കെയർ ചെയ്യും. മനസ്സിന് മുറിവ് വന്നാൽ നമ്മൾ എങ്ങനെ മരുന്ന് പെരട്ടും? ആരുടെങ്കിലും മനസ്സിന് മുറിവ് വന്നിട്ടുണ്ടോ? ആരുടെങ്കിലും മനസ്സ് നമ്മളായിട്ട് പോയിട്ട് മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ടോ? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. മനസ്സിനേൽക്കുന്ന മുറിവിനെ നമ്മൾ എന്ത് ചെയ്യും? നമുക്കത് ഹീൽ ചെയ്യാൻ പറ്റണം അല്ലേ? നമ്മൾക്ക് മനസ്സിനൊരു മുറിവ് വന്ന് നമ്മളത് ഹീൽ ചെയ്യുന്നു. ചിലപ്പോ നമുക്ക് തന്നെ പറ്റും, ചിലപ്പോ തന്നെ പറ്റാതാവുമ്പോ നമ്മൾ ആരുടെയെങ്കിലും സപ്പോർട്ട് എടുക്കും. ശരിയല്ലേ? ആരോടെങ്കിലും തുറന്ന് സംസാരിക്കും, കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കും, പാട്ട് കേൾക്കും, അല്ലെങ്കിൽ ചിലർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുക്ക് ചെയ്യും. ആ ടെൻഷൻ, ആ വേദന മാറാനായിട്ട് ചിലരങ്ങ് കുക്ക് ചെയ്യും, ചിലർ കിടന്നങ്ങ് ഉറങ്ങും, ചിലർ എവിടേക്കെങ്കിലും ഒരു ഡ്രൈവിന് പോകും, ഒരു യാത്ര പോകും.
എവിടെയെങ്കിലും പോയിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിനൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിനെ നമ്മൾ വിളിച്ച് ഓപ്പൺ അപ്പ് ആകും. ചിലപ്പോൾ അങ്ങ് കരയും, ചിലപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം പറയും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരോടെങ്കിലും നമ്മൾ അതുപോലെ കണക്റ്റഡ് ആണെങ്കിൽ അവരോട് സംസാരിക്കും. നമ്മൾ കേൾക്കുന്ന ഒരാളോട് നമ്മൾ സംസാരിക്കും. അങ്ങനെയാണ് നമ്മൾ നമ്മൾക്ക് മനസ്സിനുണ്ടാകുന്ന മുറിവ് ഹീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് അത് ഹീൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ വേറൊരാൾക്ക് വരുമ്പോൾ അയാളെ ഹീൽ ചെയ്യാൻ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റണം അല്ലെ. അതാണ് ശരിക്കും ഇവിടെ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഇതൊരു കുട്ടിയാണെങ്കിലോ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആരോടെങ്കിലും പറയാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിന് ഞാൻ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്, എനിക്കിത് നേരെയാക്കി എടുക്കണം എന്നൊരു തോട്ട് നമ്മുടെ ഉള്ളിൽ വരും. പക്ഷെ ഒരു കൊച്ചുകുട്ടിയാണെങ്കിലോ ആ കുട്ടിക്ക് ഇത് ആരോട് പറയണം, ഇതെങ്ങനെ ഡീൽ ചെയ്യണം, ഇതെങ്ങനെ മാനേജ് ചെയ്യണം എന്ന് കുട്ടിക്ക് അറിയാതെ വരും. അവിടെയാണ് നമ്മൾ പോലുള്ളവരുടെ സപ്പോർട്ട് വേണ്ടത്. ആ ഒരു കുട്ടികൾക്കാവുമ്പോൾ കുട്ടികൾക്ക് അത് നമുക്ക് അത് ഓർമ്മയുള്ള പ്രായമാണെങ്കിൽ കുട്ടിയെ അത് ഓർമ്മിപ്പിക്കാനൊന്നും നമുക്ക് പറ്റില്ല. ആ ഓർമ്മയെന്ന് അതിനെ മറന്നു കളയാനുള്ള മാർഗങ്ങളൊന്നും നമുക്ക് അറിയില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒരു വിഷമം അതിന്റെ ഉള്ളിലുണ്ടെങ്കിൽ പോലും മുന്നോട്ട് ജീവിക്കാനായിട്ട് അതിന് ധൈര്യവും സ്നേഹവും കൊടുക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആളുകളെ കേൾക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു മരുന്ന്. അത് കേൾക്കുക, അത് വെറുതെ കേട്ടാൽ പോരാ. കേട്ടിങ്ങനെ ഇപ്പൊ ഞാനിപ്പോ ഇരിക്കുന്ന റൂമിൽ ഫാൻ കറങ്ങുന്ന ശബ്ദമുണ്ട്, പുറത്തുനിന്ന് വണ്ടി പോകുന്നതിന്റെ ശബ്ദവും ഒക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കേട്ട് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ പോവാണ്. നമ്മളെ അത് കണക്റ്റഡ് ഒന്നും ആവുന്നില്ല. നമ്മൾ ഹൃദയം കൊണ്ട് കേൾക്കണം. സ്വപ്നയുടെ ഒന്ന് മ്യൂട്ട് ആക്കാമോ എന്ന് റിക്വസ്റ്റ്. സോ നമുക്ക് മെന്റൽ ഹെൽത്ത് ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കാരണം ഇത് നമ്മളുടെ മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നമ്മളുടെ സ്വയം നമുക്കതിനെ ഹീൽ ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. ഇവിടെ ഫസ്റ്റ് എയ്ഡ് നിങ്ങൾ ഓൾറെഡി ചെയ്തു എന്ന് പറഞ്ഞു. ഈ ഒരു ചാപ്റ്ററിന്റെ കൂടെ ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു ടോപ്പിക്കും കൂടെ നിങ്ങൾക്ക് പഠിപ്പിക്കും. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിയുന്നതിനോട് ചേർത്താണ് എടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് എയ്ഡിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ മനസ്സിന് വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് ഉണ്ട്, PFA സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. അതിന്റെ ഒരു PDF ഞാൻ പിന്നീട് ഷെയർ ചെയ്ത് തരാം. ആദ്യം നമുക്ക് ഇതിലേക്ക് പോകാം. അപ്പൊ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ നിങ്ങൾക്ക് ഹെഡിങ് കാണാല്ലേ, ദ കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞിട്ട്. യെസ്, ഗുഡ് മോർണിംഗ്. കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിലുണ്ട്. ആ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെന്റൽ ഹെൽത്ത് ഈസ് എ സയൻസ് എന്ന് പറഞ്ഞിട്ടാണ്. ഹെൽത്ത് എന്നുള്ളത് കറക്റ്റ് ചെയ്ത് ഹൈജീൻ ആക്കുക. സെന്റൻസ് മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഹൈജീൻ തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ടൈറ്റില് ദ കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ എന്നാണ്. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ മെയിൻ ഹെഡിങ്, സബ് ഹെഡിങ് ആണ് ദ കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ. ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് മെന്റൽ ഹൈജീൻ ഈസ് എ സയൻസ് എന്ന് പറഞ്ഞിട്ടാണ്. ഇനി 4ാമത്തെ ലൈൻസിലേക്ക് വരുമ്പോൾ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഹെൽത്ത് എന്ന് കാണാം. ഹെൽത്ത് മാറ്റിയിട്ട് ഇൽനെസ് എന്നാക്കുക. ഹെല്ലല്ല, ഇൽനെസ്, അസുഖം. ILLNESS. വേറെ പ്രത്യേകിച്ച് ആ ഒരു പാരഗ്രാഫിലൊന്നും ചെയ്യാനായിട്ടില്ല. ഇനി ആ പാരഗ്രാഫിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പൊ നമ്മളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഇമോഷണൽ വൈകാരികമായിട്ടുള്ളത്, സൈക്കോളജിക്കൽ മാനസികമായിട്ടുള്ളത്, അതുപോലെ സോഷ്യൽ സാമൂഹ്യമായിട്ടുള്ള ഈ 3ന്റെയും കൂടെ വെൽ ബീയിങ് ആണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇമോഷണൽ, psychological and social well-being. Mental health includes our emotional, psychological and social well-being. പിന്നെ ഒരാളുടെ മെന്റൽ ഹെൽത്തിനെ എന്തെല്ലാം കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യും? നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഒന്ന് ലോ ആവുന്നതിന് എന്തെല്ലാം അഫക്റ്റ് ചെയ്യും? നമ്മളുടെ ചിന്ത അതാകെ താളം തെറ്റും. നമ്മൾ ഫീൽ ചെയ്യുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത് ആകെ പ്രശ്നമാകും. അതിന്റെ ഫലമായിട്ട് നമ്മളുടെ പ്രവർത്തികളും താളം തെറ്റിപ്പോകും. അപ്പോൾ മെന്റൽ ഹെൽത്ത് അഫക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ചിന്ത, നമ്മുടെ ആ ഒരു ഫീലിങ്സ്, വാട്ട് വി തിങ്ക്, ഹൗ വി തിങ്ക്, ഹൗ വി ഫീൽ ആൻഡ് ഹൗ വി ആക്ട്.
നല്ല മെന്റൽ ഹെൽത്ത് ഉള്ള ആളുടെ പ്രവൃത്തിയും ചിന്തയും അയാള് ഫീൽ ചെയ്യുന്നതും ഒക്കെ ഒരു ഗുഡ് വേയിലായിരിക്കും, നല്ല രീതിയിലായിരിക്കും. മെന്റൽ ഹെൽത്ത് ഡൗൺ ആയ ഒരു മനുഷ്യന്റെ ചിന്തയും പ്രവൃത്തിയും അയാളുടെ ഫീലിങ്സും അയാളത് കണക്ട് ചെയ്യുന്നത്, അയാൾ മനസ്സിലാക്കുന്നതൊക്കെ താറുമാറായിരിക്കും. നമ്മൾ എങ്ങനെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നു, നല്ല എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെ പിടിച്ചു നിൽക്കുന്ന ചില ആളുകളെ നമ്മൾ കാണാം. അത് നല്ല രീതിയിൽ തന്നെ ചിരിച്ചുകൊണ്ട് സോർട്ട് ഔട്ട് ചെയ്ത് പിടിച്ചു നിൽക്കുന്ന ആളുകളുണ്ടാവും. അത് അവരുടെ മെന്റൽ ഹെൽത്തിന്റെ ആ ഒരു ഗുണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ലൈഫിന്റെ ഏതൊരു സ്റ്റേജ് എടുത്താലും മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടി ആയിക്കോട്ടെ, കൗമാരക്കാരനായിക്കോട്ടെ, യുവാവായിക്കോട്ടെ, മധ്യവയസ്കനായിക്കോട്ടെ, പ്രായം വളരെയേറിയ ആളായിക്കോട്ടെ, ആര് തന്നെ ആയാലും മെന്റൽ ഹെൽത്ത് ഏതൊരു ഏജിലും നമ്മുടെ ലൈഫ് സ്പാൻ, നമ്മൾ ജനിക്കുമ്പോൾ തുടങ്ങി മരിക്കുന്നവരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. പിന്നെ ബോഡി മൈൻഡും സെപ്പറേറ്റ് അല്ല. നമ്മുടെ മൈൻഡ് എവിടെയായിട്ടാണ്? ഇവിടെയാണ്. എവിടെയായിട്ടാ മൈൻഡ് ഇരിക്കുന്നത്? മനസ്സ് എന്റെ മനസ്സ് പറഞ്ഞു ഇവിടെ ആയിരിക്കും പിടിക്കുന്നത് എല്ലാരും. എന്റെ മനസ്സിനകത്തൊന്നുമില്ല. ഇപ്പൊ മനസ്സെന്ന് പറയുമ്പോഴേക്കും ഇവിടെയൊക്കെ തൊടുന്നുണ്ടല്ലോ. എന്താ കാര്യം? നമുക്ക് ഫീലിങ്സ് എവിടെയൊക്കെ തോന്നുന്നു അവിടെയെല്ലാം നമ്മളുടെ മനസ്സാണ്. നമുക്കൊരു പെയിൻ എവിടെയൊക്കെ തോന്നുന്നു അവിടെ നമ്മുടെ മനസ്സ്. അപ്പൊ ബോഡി മൈൻഡ് സെപ്പറേറ്റ് അല്ല, ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് മാനസികമായ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോ തലവേദന, ടെൻഷൻ വരുമ്പോ തലവേദന, അല്ലെ? ചിലര് വൊമിറ്റ് ചെയ്യും. തലവേദന കൂടിയിട്ട് ചിലര് വൊമിറ്റ് ചെയ്യും. ടെൻഷൻ, ആൻസൈറ്റി ഒക്കെ കൂടിയിട്ട് പരീക്ഷ എഴുതാൻ പോവാ, രാവിലെ തുടങ്ങി ടോയ്ലറ്റിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക, ലൂസ് മോഷൻ, നമ്മുടെ ബോഡിയുടെ ഡൈജഷനെ തന്നെ ബാധിക്കും, അല്ലെ? ചില കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ടൈം ആകുമ്പോഴേക്കും വോമിറ്റിംഗ് അങ്ങ് തുടങ്ങും. സ്കൂൾ ബസ് അങ്ങ് പാസ് ചെയ്ത് കഴിയുമ്പോഴേ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കുട്ടി നാണോ പറഞ്ഞതല്ല, കുട്ടിയുടെ ബോഡി റെസ്പോണ്ടും ചെയ്തു, അല്ലെ? വോമിറ്റ് ചെയ്തു. അപ്പം അതൊരു ടെൻഷൻ, ആൻസൈറ്റി കൊണ്ട് വന്നത്. അപ്പൊ മനസ്സിനുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ബോഡിയിലെ പല ഭാഗത്തൂടെ അത് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. ബോഡിയുടെ അവിടെയൊക്കെ നമുക്ക് പെയിൻ എടുക്കും. പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാതെ പെയിൻ വരുവാണ്. അതെല്ലാം മനസ്സിന്റെ ആ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പൊ ബോഡിയും മൈൻഡും ഒന്ന് തന്നെയാണ്, യൂണിറ്റി ആയിട്ട് വരുന്നതാണ്. നമുക്ക് ക്ഷീണം തോന്നുന്നു, ആരുടെയെങ്കിലും ഒരു മരണവാർത്ത അറിയുമ്പോൾ നമ്മൾ തളർന്നു പോകൂലേ? നമ്മൾക്ക് വല്ലാത്ത ക്ഷീണം ഫീൽ ചെയ്യും. നമ്മൾ നല്ലപോലെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിരിക്കുകയാണെങ്കിൽ കൂടിയും പെട്ടെന്ന് ഞാനൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് കേൾക്കുമ്പോഴേക്കും നമ്മൾ തളർന്നങ്ങിരുന്നു പോകും. ബോഡി, അതായത് നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് ബാധിച്ചു. അത് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യും, ആ ക്ഷീണം കാണിച്ചു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പോർഷൻസിലേക്ക്. ഇപ്പൊ ഏകദേശം മെന്റൽ ഹെൽത്തിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി, അല്ലെ? നമ്മൾ ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ പറഞ്ഞു, നല്ല ഹൈജീൻ ആയിട്ടുള്ള നമ്മളുടെ രീതികളാണ് നല്ല ഹെൽത്തി ആക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്, അല്ലെ? അപ്പൊ ഹെൽത്ത് എന്നുള്ളത് നമ്മളൊരു ഗോളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ അതിലേക്ക് പോകേണ്ട വഴി എന്ന് പറയുന്നത് ഹൈജീൻ ആണ്, അതിനുള്ള മാർഗം. അതുപോലെ തന്നെയാണ് മെന്റൽ ഹെൽത്തിന്റെ കേസ്. നല്ല മെന്റൽ ഹെൽത്ത് വേണമെങ്കിൽ നമ്മളുടെ മനസ്സിന് ഹൈജീൻ വേണം. മനസ്സിനകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തി നിറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് താറുമാറാകും. അസൂയ, കുശുമ്പ്, വേറൊരാളുടെ ദേഷ്യം, അയാളെ എങ്ങനെയും നശിപ്പിക്കണം, അയാളെ തകർക്കണം, അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സെങ്കിൽ നമ്മളുടെ മനസ്സിന്റെ ആരോഗ്യം ഒട്ടും തന്നെ ഉണ്ടാവില്ല, വളരെ ലോ ആയിരിക്കും. നമുക്ക് ഉറക്കം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, സ്ട്രെസ് ആയിരിക്കും. എങ്ങനെയെങ്കിലും അവനെ നശിപ്പിക്കുക എന്നുള്ളതായിരിക്കും. അയാൾ നല്ല സുഖമായി നടക്കുന്നുണ്ടാവും. നമ്മൾ വെറുതെ മനസ്സിൽ ആവശ്യമില്ലാത്ത നെഗറ്റീവ്സ് നിറച്ച് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യമാണ് അവിടെ നശിക്കുന്നത്. ഓക്കെ, സോ കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീൻ ഞാൻ 2 കറക്ഷൻ അതിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ അത് കറക്റ്റ് ചെയ്തിട്ട് വായിക്കുമ്പോൾ അതിനനുസരിച്ച് വായിക്കും. ഓക്കെ, വായിച്ചു. ആരാ റീഡ് ചെയ്യണേ? ഫസ്റ്റ് പാരഗ്രാഫ് ഓൺലി. ആ ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാം മാഡം. The concept of mental hygiene. Mental hygiene is a science which deals with the process of attaining mental health and averting mental illness. It attempts to develop and apply principles and techniques for the preservation and promotion of mental health as well as for the prevention and treatment of mental illness
ultimately leading to an adequate adjustment and well-balanced development of one's personality. Mental hygiene is a manner of life in which the individual's adjustment to his atmosphere is maintained intact. According to Crow and Crow, mental hygiene is a science that deals with the human welfare and pervades all fields of human relationship. ഓക്കെ, സോ മെന്റൽ ഹൈജീൻ ഒരു സയൻസ് ആണ്. സയൻസ് മീൻസ് എന്താ? ഫാക്ട്, റിയൽ ആയിട്ടുള്ള ഒരു കാര്യം. നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോസസ്സിനെ ഡീല് ചെയ്യുന്ന ഒരു സയൻസ് ആണ് മെന്റൽ ഹൈജീൻ. ഓക്കെ, അതുപോലെ തന്നെ അവേർട്ടിങ് മെന്റൽ ഇൽനെസ്, മനസ്സിനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് ഇല്ലാതാക്കാനും നോക്കുന്നു. അതാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ മനസ്സിനെ നല്ല ശാന്തമാക്കി നമ്മൾ മനസ്സിനെ ക്ലീൻ ചെയ്യാന്ന് പറയില്ലേ, നല്ല തൂത്ത് തുടച്ച് വൃത്തിയാക്കുമ്പോഴേക്കും ആ ഹൈജീൻ ആക്കുമ്പോഴാണ് നമുക്ക് ആ മെന്റൽ ഹെൽത്ത് കിട്ടുക എന്നുള്ളത്. അപ്പൊ മെന്റൽ ഹെൽത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിനെ ഡീല് ചെയ്യുന്ന ഒരു സയൻസ് ആണ് മെന്റൽ ഹൈജീൻ. അതുപോലെ തന്നെ മെന്റൽ ഇൽനെസ്സിനെ ഇല്ലാതാക്കുന്നതിനെ ഡീൽ ചെയ്യും. അതിന് വേണ്ടുന്ന പല പ്രിൻസിപ്പിൾസും ടെക്നിക്സും എല്ലാം അപ്ലൈ ചെയ്യുന്നു നമ്മളുടെ ആ ഒരു മെന്റൽ ഹെൽത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട്. അതിനെ പ്രിസർവ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ നിലനിർത്താനും. അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് മെന്റൽ ഇൽനെസ് വരാതെ ശ്രദ്ധിക്കുന്നു. ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കും. നമുക്ക് പറയാം, ഇപ്പോ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയൊന്നും ആളുകള് മനസ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ഈയിടെയായിട്ട് മെന്റൽ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് നമ്മളെ പല രീതിയിലും ഹെൽപ്പ് ചെയ്യാനും എല്ലാം തയ്യാറായിട്ടുണ്ട്. അപ്പൊ മെന്റൽ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോ ഈ നമുക്കറിയാം, പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരെ, എന്തൊക്കെ തൊഴിൽ മേഖലയാണെങ്കിലും, ചിലപ്പോ അത്ലറ്റിക്സിലുള്ളവരെ, ഇപ്പൊ ക്രിക്കറ്റ്, ഫുട്ബോൾ അങ്ങനെയുള്ളവരൊക്കെ അവരുടെ ഒരു മെയിൻ മാച്ച് വരുന്നതിന് മുമ്പേ ഇവര് പോയിട്ട് ഏതെങ്കിലും ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ മീറ്റ് ചെയ്യും. അതായത് കൗൺസിലേഴ്സോ സൈക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്യും. കാരണം അവർ അത്രയും സ്ട്രെസ്സിലായിരിക്കും. ഈ ഒരു മാച്ച് വരുന്നതിന്റെ സ്ട്രെസ്, ടീമിനെ ജയിപ്പിക്കണം, ക്യാപ്റ്റനൊക്കെ ആണെങ്കിൽ പറയേ വേണ്ട, നല്ല സ്ട്രെസ് ആയിരിക്കും. ടീമിനെ ജയിപ്പിക്കണം, അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. സ്ട്രെസ് ആയിരിക്കുമ്പോൾ അവരിൽ നിന്ന് നല്ലൊരു ഔട്ട്പുട്ട്, നല്ലൊരു റിസൾട്ട്, ഔട്ട്കം ഉണ്ടാകണമെന്നില്ല. അപ്പൊ അങ്ങനെ പോകുന്നു. അപ്പൊ അങ്ങനെ ചെന്ന് കണ്ട് അത് നല്ല രീതിയിൽ അവർക്ക് നല്ലൊരു സപ്പോർട്ട് ഈ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന് കിട്ടും. പണ്ടൊക്കെ സൈക്കോളജിസ്റ്റിനെ കാണുക എന്നൊക്കെ പറയുമ്പോഴേക്കും എന്തോ അയാൾക്ക് വട്ടാണ്, അതുകൊണ്ടാണ് സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയത്. പക്ഷെ ഇപ്പൊ ആളുകൾ അതിനെ പോസിറ്റീവായി എടുക്കുന്നു. മനസ്സിന്റെ ആരോഗ്യത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഓക്കെ, ഒരാളുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നല്ല രീതിയിൽ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളുമായിട്ട് വെൽ അഡ്ജസ്റ്റഡ് ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് നല്ലൊരു മെന്റൽ ഹെൽത്ത് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ മുന്നിൽ വരുന്ന ആളിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അയാളെ ആ രീതിയിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അല്ലാതെ അയാളോട് വഴക്കിടാൻ പോകുന്നില്ല. അയാൾ ആ രീതിയിൽ തന്നെ, നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് അല്ലെ, അപ്പൊ നമ്മുടെ മുന്നിൽ വരുന്ന സോഷ്യൽ ബീയിങ് എല്ലാരെയും അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പലർക്കും പല അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ കാണും. അപ്പൊ അങ്ങനെ നമ്മൾ ഇടപെടുന്ന ഇടങ്ങളുമായിട്ട് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് പ്രോപ്പർ ആയിരിക്കണം. മെന്റൽ ഹൈജീൻ അതുപോലെ തന്നെ നല്ലൊരു മാനർ ഓഫ് ലൈഫ് ആയിരിക്കണം. ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് നല്ല കംപ്ലീറ്റ് ആയിട്ട്, ഇൻടാക്ട് എന്ന നല്ല കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു എൻവയോൺമെന്റുമായിട്ട് ഒരു ഇൻഡിവിജ്വലിന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ആളുടെ മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. പിന്നെ അതിനകത്തൊരു പ്രോ ആൻഡ് ക്രോ എന്ന് കാണാം. അതെന്ന് പറയുന്നത് 2 ഓതേഴ്സ് ആണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ 2 ഓതേഴ്സ് ആണ്. ലെസ്റ്റർ ഡി ക്രോ ആൻഡ് ആലിസ് വി ക്രോ. ഹസ്ബൻഡ് വൈഫ് ആണോ എന്ന് എനിക്കറിയില്ല. എനിവേ, ലെസ്റ്റർ ഡി ക്രോ ആൻഡ് ആലിസ് വി ക്രോ അവർ മെന്റൽ ഹൈജീൻ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. മെന്റൽ ഹൈജീൻ, അതായത് ഇപ്പൊ എനിക്ക് മെന്റൽ ഹെൽത്ത്, ഞാനൊരു ഇൻഡിവിജ്വൽ ആണ് അല്ലെ, അപ്പൊ ഞാനൊരു വ്യക്തിയാണ്. അപ്പൊ എന്റെ മെന്റൽ ഹെൽത്ത് മാത്രം നന്നായാൽ മതിയോ? ഞാൻ ഇടപെടുന്ന സ്ഥലങ്ങൾ, എന്റെ വീട്, എന്റെ നൈബർഹുഡ്, എന്റെ കൊളീഗ്സ്, എന്റെ ഫ്രണ്ട്സ്, ഞാൻ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ എവിടെയെല്ലാം ഞാൻ ഇടപെടുന്നു അവിടെയും ആളുകളുണ്ട്. അപ്പൊ അവരെല്ലാം സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുമ്പോഴാണ് എനിക്കും സമാധാനം, ആ ഒരു സന്തോഷം കിട്ടുന്നത്. സോ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചൊരു
പ്രൈം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ എല്ലാ ആളുകളുടെയും സുഖം, സന്തോഷം, ക്ഷേമം എന്നുള്ളതും ഇമ്പോർട്ടന്റ് തന്നെയാണ്. എല്ലാ ആളുകളുടെയും ഹ്യൂമൻ വെൽഫെയർ. അത് ക്രോ ആൻഡ് ക്രോ പറഞ്ഞത് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. ദാറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ വെൽഫെയർ. ആളുകളുടെ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറഞ്ഞാൽ ക്ഷേമം, നമുക്ക് മലയാളത്തിൽ ഒറ്റ വാക്കി പറയാം. സുഖം, സന്തോഷം, സമാധാനം, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു അവസ്ഥ. വെൽഫെയർ ആൻഡ് പെർവേർഡ്സ് എന്ന് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. അപ്പൊ മെന്റൽ ഹൈജീൻ എന്ന് പറയുന്ന ഒരു സയൻസ് ആണ്. ഹ്യൂമൻ വെൽഫെയറിനെ ഡീൽ ചെയ്യുന്ന ഒരു സയൻസ്. അത് മനുഷ്യന്റെ എല്ലാ ബന്ധങ്ങളിലേക്കും റിലേഷൻഷിപ്പിലേക്കും സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വ്യക്തിയിൽ മാത്രം ഉള്ളതല്ല, ആ വ്യക്തിയുമായി ബന്ധപ്പെടുന്ന എല്ലാ ഏരിയയിലും ആ ഒരു സമാധാനം, സന്തോഷം, സുഖം അതുണ്ടാകണം എന്നുള്ള രീതിയിൽ. ക്ലിയർ ആയോ? ഇപ്പൊ എന്താണ് ഒരു കൺസെപ്റ്റ് കിട്ടിയോ? മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സയൻസ്. നമ്മുടെ മെന്റൽ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രോസസ് നടത്തുന്ന, അതിനെ ഡീൽ ചെയ്യുന്ന ഒരു സയൻസ് ആണ്. മെന്റൽ ഇൽനെസ് വരാതെ നോക്കുന്നതും അത് വന്നു കഴിഞ്ഞാൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളതും അതിനെയൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു സയൻസ് ആണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഈ മെന്റൽ ഹൈജീൻ ഒരു വ്യക്തിയിൽ മാത്രം, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഒരു വ്യക്തിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതല്ല, ആ വ്യക്തി കണക്റ്റഡ് ആകുന്ന എല്ലാ ഹ്യൂമൻ റിലേഷൻഷിപ്പിലേക്കും ഈ ഒരു വെൽഫെയർ സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ്, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ. ഈ മെന്റൽ ഹൈജീനിന്റെ എയിംസ് എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളതാണ്, ഗോൾസ് എന്താണെന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് 3 പോയിന്റ്സ് ആയിട്ടുണ്ട്. ആരെങ്കിലും റീഡ് ചെയ്തോളൂ കേട്ടോ. Okay, ma'am. Aims and objectives of mental hygiene. The major objects of mental hygiene are prevention of mental disorders through an understanding of the relationship that exists between healthy personality development and life experiences. Care of the mental health of the individual and of the group. The discovery and application of medical measures to cure mental ailment. എയിൽമെന്റ് എന്ന് പറഞ്ഞ ഡിസീസ്, രോഗം എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, സോ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും മെന്റൽ ഡിസോർഡേഴ്സ്, ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ, അല്ലെ, ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഹാപ്പിനെസ് മാത്രമല്ല, അപ്പ് ആൻഡ് ഡൗൺസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ തന്നെ, നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഒരു അസുഖം വരുമ്പോൾ തന്നെ നമ്മൾ അങ്ങ് വിഷമിച്ചു പോകും, അല്ലെ. നമ്മുടെ വീടിനടുത്ത് നമ്മുടെ നൈബർഹുഡിൽ ആരെങ്കിലും വയ്യാണ്ടായി അല്ലെങ്കിൽ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മളും ആകെ വിഷമിച്ചു. നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന സപ്പോർട്ട് എല്ലാം നമ്മൾ കൊടുക്കുകയും ചെയ്യും. പരിചയമുള്ള ആരെങ്കിലും ആണെങ്കിൽ, നമ്മുടെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും ആണെങ്കിൽ, ഈവൻ ഫ്രണ്ട്സിനെ ഒന്ന് ഫോൺ ചെയ്തു എന്ന് വിചാരിക്കും. സാധാരണ സംസാരിക്കുന്നതിൽ നിന്നും വളരെ ലോ ആയിട്ട് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം തോന്നും. എന്ത് പറ്റി? നമ്മൾ അപ്പൊ തന്നെ ചോദിക്കും, അല്ലേ, എന്ത് പറ്റി, ഇതിനൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. ചിലപ്പോ ആ ചോദ്യം കേൾക്കാൻ നോക്കിയിരിക്കും ഫ്രണ്ട്. അപ്പൊ തന്നെ ഓപ്പൺ അപ്പ് ആവും, ചിലപ്പം കരയും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒരു മനുഷ്യൻ എന്തൊക്കെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോവുകയാണെന്നുള്ളത്. അത് നമുക്ക് മനസ്സിലാക്കി നമ്മൾക്ക് ഇടപെടാൻ പറ്റുന്നിടങ്ങളിൽ നമ്മൾ ഇടപെടുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ്. അതിന് പ്രൊഫഷണലി നമ്മൾ പോയിട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരാളുടെ വേദന മനസ്സിലാക്കാനായിട്ട്. അയാള് സംസാരിച്ചില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവും അയാള് എന്തോ ഒരു ടെൻഷനിലൂടെ കടന്നു പോവുകയാണെന്നുള്ളത്, അല്ലെ. നോൺ വെർബൽ ക്യൂസ് എന്ന് നമ്മൾ പറയും. നമ്മൾ പറഞ്ഞ് പ്രകടിപ്പിക്കുന്നതാണ് വെർബൽ ക്യൂസ്. ഒരാളുടെ മുഖം കാണുമ്പോൾ നമുക്ക് അയാൾ എന്തോ ടെൻഷനിലാണ്, ചിലപ്പോ ഇങ്ങനെ വിതുമ്പി കരയാറായി വന്നിക്കും, മൂക്കിന്റെ അറ്റൊക്കെ ഇങ്ങനെ ചുമക്കും, ചുണ്ടൊക്കെ ഇങ്ങനെ വിറയ്ക്കും, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടേയിരിക്കും, അങ്ങനെ ടെൻഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ നമുക്കത് ഫീൽ ചെയ്യും, അത് മനസ്സിലാവും. ഞാനൊരു ദിവസം മോള് +1 +2 ബോർഡിങ്ങിലായിരുന്നു. അവള് കാഞ്ഞിരപ്പള്ളി ആനക്കൽ എന്നുള്ളൊരു സ്ഥലത്തായിരുന്നു. സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂൾ, ആ സ്കൂളിലായിരുന്നു +1 +2 ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരു ദിവസം അവളെ കാണാനായിട്ട് പോകും. പറവൂരിന്ന് ഞാൻ വൈറ്റിലേക്ക് ബസ് കയറി, വൈറ്റിലേന്ന് എനിക്ക് പാലായ്ക്ക് ബസ് കിട്ടി. ഇരാറ്റുപേട്ടയ്ക്ക് ബസ് കിട്ടി. അങ്ങനെ ബസ്സിൽ ഞാൻ കയറുമ്പോ 2 പേരുടെ സീറ്റായിരുന്നേ. അതിലൊരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. കൂടി വന്ന ഒരു 25-20+ ആ ഒരു പ്രായമുള്ള ഒരു പെൺകുട്ടി.
ഞാൻ കയറി അതിന്റെ അടുത്ത് ഇരിക്കുമ്പോ തന്നെ ഈ പ്രൈവറ്റ് ബസ് ആയതുകൊണ്ട് സീറ്റ് അത്ര രണ്ടുപേര് ഇരിക്കുമ്പോ തന്നെ അങ്ങ് പാക്ഡ് ആയിട്ടിരിക്കും. KSRTC ബസ് പോലെ അത്ര സ്പേഷ്യസ് അല്ലല്ലോ. അപ്പം ഈ കുട്ടി ഞാൻ കയറുമ്പോ തുടങ്ങി ഈ കുട്ടി ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ആരും സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ശ്രദ്ധിക്കില്ല, പക്ഷെ കുറെ നേരം കണ്ടിന്യൂസ് സംസാരിക്കുമ്പോൾ നമ്മള് പലതും അങ്ങനെ കേട്ടു പോകും. കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അത് കൊച്ചിയിലെ എവിടെയോ ഹോസ്റ്റലിലാണ്, ജോലിയോ പഠിക്കോ എന്തോ ആണ്, ഹോസ്റ്റലിലാണ്. അപ്പൊ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ രാവിലെ 8 മണിക്കാണ് എനിക്ക് കോള് വന്നത്, പപ്പയ്ക്ക് സുഖമില്ലാന്നേ പറഞ്ഞുള്ളൂ, എന്താ പറ്റിയെന്ന് അറിയില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ലീവ് എടുത്ത് വന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ സംസാരിക്കുന്നുണ്ട് ആരോട്. അപ്പൊ അങ്ങനെ ഇതിലിങ്ങനെ കണ്ടിന്യൂസ് കോള് വരിക, ഇതിന്റെ അങ്കിള് വിളിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ കോള് വരുക. അപ്പൊ അങ്കിള് പറഞ്ഞു തോന്നുന്നു ഇങ്ങനെ വെയിറ്റ് ചെയ്യാം, പാലായിലേക്ക് എന്നുള്ള പാലയിൽ വെയിറ്റ് ചെയ്താൽ മതി എന്നൊക്കെ കൊച്ചു പറയട്ടെ. പാലായിലെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഇതിന്റെ അമ്മ വിളിച്ചു കഴിഞ്ഞപ്പോ അപ്പൊ അമ്മ ഭയങ്കര വിഷമിച്ച് സങ്കടത്തോടെ എങ്ങാണ്ടാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായി. കാരണം അമ്മയുടെ ശബ്ദമൊക്കെ ഫോണിലൂടെ കേൾക്കാം, കരയുന്നതൊക്കെ അങ്ങനെ കേൾക്കാം. അപ്പൊ ഇങ്ങനെ കുട്ടി മമ്മി എന്താ പറ്റിയ വിഷമമായിട്ടിരിക്കുക, വിഷമിക്കല്ലേ എന്നൊക്കെ കുട്ടി പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ ഈ കുട്ടിയുടെ കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുക, കൈയൊക്കെ ഇങ്ങനെ വേർത്തിട്ട് ഇങ്ങനെ വിറയ്ക്കുക, ഇങ്ങനെ കരയാനായിട്ട് വന്ന് നിൽക്കും. അപ്പൊ ഞാൻ പതുക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചപ്പോഴേക്കും ഇതങ്ങ് പൊട്ടിക്കരഞ്ഞു. അതിനൊരു കരയാനൊരു ഒരു ചാര് കിട്ടാൻ നോക്കിയിരിക്കുവായിരുന്നു, അങ്ങനെ എന്തോ പോലെ കുറേ നേരം ഇത് കരഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. കുറേ അങ്ങ് കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിന് എന്തോ ഒരു ആശ്വാസമായ പോലെ കേട്ടോ. അതങ്ങ് റിലാക്സ്ഡ് ആയി. കാര്യം നഷ്ടമോ എന്തോ ദുഃഖകരമായ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ശരി തന്നെ, പക്ഷെ കരഞ്ഞ് ആളങ്ങോട്ട് റിലാക്സ്ഡ് ആയി. അപ്പൊ ഞാൻ ചോദിച്ചു വെള്ളം വേണമെന്ന് ചോദിച്ചു. നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ഹൈഡ്രേറ്റ് ചെയ്യണമല്ലോ ബോഡി. അപ്പം അത് വേഗം എൻ്റെ വെള്ളം വാങ്ങിച്ച് കുറേ വെള്ളം കുടിച്ചു. ഞാനൊന്നും ചോദിച്ചൊന്നുമില്ല. അപ്പൊ ഏകദേശം ഞങ്ങള് പാല അടുക്കാൻ ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ അങ്ങനെ എങ്ങാണ്ടായി. ഞാൻ ചോദിച്ചു ഞാനും കൂടെ വരട്ടെ കൂടെ, ഞാനും പാലായിൽ ഇറങ്ങാന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു വേണ്ട ചേച്ചി, അങ്ങനെ അത് അങ്കിള് വന്ന് നിൽക്കും, അങ്കിൾ എന്നെ കൊണ്ടുപോയിക്കോളും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കൂടുതലൊന്നും അതിനോട് ചോദിച്ചില്ല, അത് പറയുവാണെങ്കിൽ കേൾക്കാം എന്നുള്ള രീതിയിൽ. അത് ഇറങ്ങുന്നവരെ അതിന്റെ കയ്യിൽ പിടിച്ച് ഞാനിങ്ങനെ ഇരുന്നു. അത് ഭയങ്കര സമാധാനമായിട്ട് കുറെ നേരം കണ്ണടച്ചിരിക്കട്ടെ. അത് ഇറങ്ങുന്നിടത്ത് ഞാൻ ഇറങ്ങുവാണ് കേട്ടോ. പേരും ഞാൻ ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല, വീടിനെ കുറിച്ചോ എന്താ സംഭവിച്ചതെന്നോ ഒന്നും ചോദിച്ചില്ല. ചിലപ്പോ അതിന് ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അത് ഷെയർ ചെയ്തേനെ, അല്ലെങ്കിൽ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലും. അങ്ങനെ അത് പോയി. അപ്പൊ കുട്ടി എവിടെയാണ്, എന്തവസ്ഥയിലാണ്, അതിന്റെ ടെൻഷൻ മാറിയോ, അതിനെന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചോ ഒന്നും അറിയില്ല. പക്ഷെ ആ ഒരു മൊമെന്റില് ആ കുട്ടിക്ക് കരയാൻ അത് കംഫർട്ടബിൾ ആയിട്ട് അത് കരഞ്ഞു എന്നുള്ളത് തന്നെയായിരുന്നു. അതിന്റെ വിഷമങ്ങൾ ഒഴുക്കിക്കളയാൻ. ചിലപ്പോ അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാം നേരെയായിട്ടുണ്ടാവും. അങ്ങനെ സംഭവിക്കട്ടെ. ഈ നഷ്ടമാണെങ്കിൽ കൂടിയും അതിന് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരിക്കും, അത് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇങ്ങനെ മനസ്സിലോർത്തു. എപ്പോഴും ഞാൻ ഓർക്കും ആ കുട്ടിയെ. അതാണ്. അപ്പൊ നമ്മൾക്ക് എല്ലാവരുടെയും ഉള്ളിൽ ഇതുണ്ട്. ഒരാളുടെ വിഷമം കാണുമ്പോൾ ഒരിക്കലും നമ്മൾ ആരും സന്തോഷിക്കൊന്നുമില്ലല്ലോ. ഒരാളുടെ ഒരു നഷ്ടം കാണുമ്പോ, താഴ്ച കാണുമ്പോ അങ്ങനെയുള്ള മനസ്സൊന്നും ആർക്കൊന്നും ആയിരിക്കും. അത് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ അയാളുടെ മെന്റൽ ഹെൽത്ത് വളരെ ലോ ആയിരിക്കും. അവൻ അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മെന്റൽ ഹെൽത്ത് വളരെ ലോ ആയിരിക്കും. അതേസമയം ചില ക്രിമിനൽസ് അങ്ങനെയുള്ളവരൊക്കെ, ഇപ്പൊ ഗോവിന്ദസ്വാമി അതുപോലുള്ള ആൾക്കാരുടെയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾക്കത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവന് കിട്ടേണ്ടത് കിട്ടണം, അവൻ ശിക്ഷിക്കപ്പെടണം. ആ ഒരു ചിന്തയൊന്നും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നില്ല. അവൻ രക്ഷപ്പെടുമ്പോഴാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഡൗൺ ആയി പോകുന്നത് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ള വ്യക്തികളുടെ ഡിഫറെന്റ്. അല്ലാതെ ഒരാള് നമ്മുടെ നൈബർഹുഡില് എന്തെങ്കിലും ചെറിയൊരു വഴക്ക് വന്നു, ഒരു മിണ്ടാതായി, പക്ഷെ അവർക്കൊരു താഴ്ച സംഭവിക്കുമ്പോൾ അതിൽ നമ്മൾ ആരും അങ്ങനെ ആഹ്ലാദിക്കൊന്നുമില്ല. നമുക്ക് അതില് ഒരു കൺസേൺ തോന്നും. ഒരു പക്ഷെ വഴക്ക് മാറ്റിവെച്ച് അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പോവുകയൊക്കെ ചെയ്യും. ഇത് മെന്റൽ ഹൈജീൻ ഒരു എയിംസ് ആയിട്ട് നമ്മൾ പറയുന്നത്, നമുക്കൊരു മെന്റൽ ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മളത് മനസ്സിലാക്കുക. പലപ്പോഴും ഒരു ഹ്യൂമൻ എന്ന് പറയുമ്പോൾ അയാൾ പല ബന്ധങ്ങളിൽ കെട്ടുപിണഞ്ഞ ബന്ധങ്ങളുണ്ടല്ലേ. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, പാരന്റ്സ്, മാതാപിതാക്കൾ, ലൈഫ് പാർട്ട്ണറുടെ വീട്ടിലുള്ള അവിടെ മാതാപിതാക്കൾ, മക്കളെ കണക്ട് ചെയ്ത് വരുന്ന മറ്റു ബന്ധങ്ങൾ, അങ്ങനെ കുറെ റിലേഷൻഷിപ്പുകളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. അപ്പം ആ റിലേഷൻഷിപ്പ് അവിടെയാണ് കാര്യം. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്കൊരു ബന്ധം ടോക്സിക് ആണ്, ഹെൽത്തി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അപ്പം അങ്ങനെ വന്നപ്പോ എനിക്കൊരു സംശയം തോന്നി. നമുക്ക് വളരെ അടുപ്പമുള്ളൊരു സുഹൃത്ത്, ആ സുഹൃത്തിന് നെഗറ്റീവ്സ് ഉണ്ട്.
അങ്ങനെ അയാളിൽ ഒരു നെഗറ്റീവ്, 2 നെഗറ്റീവ്, പോട്ടെ 10 നെഗറ്റീവ് ഉണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഹി ഈസ് മൈ ഫ്രണ്ട് ഓർ ഷീ ഈസ് മൈ ഫ്രണ്ട്, ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു സുഹൃത്ത്. നമ്മൾ അവിടെ എന്ത് ചെയ്യും? സുഹൃത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അയാളെ മാറ്റാൻ പറ്റുവാണെങ്കിൽ, അയാളുടെ മെന്റൽ ഹെൽത്ത്, അയാൾക്ക് നെഗറ്റീവ് ഉള്ളത് തന്നെ അയാളുടെ മെന്റൽ ഹെൽത്ത് ലോ ആണ്. അയാളുമായിട്ട് സംസാരിക്കുമ്പോൾ ഫുൾ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും പറയുന്നത്, നമുക്ക് കംപ്ലീറ്റ് നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോഴത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അയാളെ മാറ്റാനായിട്ട് നമുക്ക് കഴിയുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ വേ. ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നല്ലേ പറയണത്. നമ്മളെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു, അതുപോലെ നമ്മളെ തിരിച്ചും കറക്റ്റ് ചെയ്യും നമ്മുടെ നല്ല സുഹൃത്ത്. നല്ല സുഹൃത്തല്ല, അത് നല്ലൊരു ബന്ധമല്ല, ഹെൽത്തി അല്ല, ടോക്സിക് ആണെന്ന് തോന്നുവാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി നടക്കുക തന്നെയുള്ളൂ. നമ്മുടേതല്ലാത്ത ഇടങ്ങളൊക്കെ നമ്മൾ അങ്ങ് ഉപേക്ഷിക്കുക, മാക്സിമം നന്നാക്കാൻ നോക്കുക. അങ്ങനെ നന്നാവില്ലെങ്കിൽ അതങ്ങ് വേണ്ടാന്ന് വെക്കുന്നത് തന്നെയാണ്. പക്ഷെ ചില ബന്ധങ്ങളിൽ നമുക്കത് ഇച്ചിരി പാടായിരിക്കും. പക്ഷെ അവിടെ നമ്മളാണ് സ്ട്രഗിൾ ചെയ്യുക പലപ്പോഴും. നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അവരെ എപ്പോഴും പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളല്ലാതാകുവാണല്ലോ അങ്ങനെയുള്ള റിലേഷൻഷിപ്പില്. നമ്മളായിട്ടിരിക്കുന്ന ഇടങ്ങളിലാണ് നമുക്ക് ഏറ്റവും കംഫർട്ട്. അത് ഓക്കെ. അപ്പൊ മെന്റൽ ഹെൽത്ത് ഒരു ഇൻഡിവിജ്വലിന്റെ മാത്രമല്ല, ഒരു ഗ്രൂപ്പിന്റെ മെന്റൽ ഹെൽത്തും ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ, നമ്മളുടെ നൈബർഹുഡ്, അയൽപക്കത്ത്, നമ്മളുടെ കുട്ടികളുടെ ക്ലാസ്സിൽ, കുട്ടികളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുമായിട്ട് കണക്ട് ചെയ്ത് അവരുടെ പാരന്റ്സ്, നമ്മുടെ സുഹൃത്തുക്കള്, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നമ്മുടെ കൊളീഗ്സ്, അങ്ങനെ കുറെ ബന്ധങ്ങളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവും. അപ്പൊ അതുകൊണ്ട് ഒരു ഗ്രൂപ്പിന്റെ തന്നെ മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതിന്റെ കെയർ, അതാണ് മെന്റൽ ഹൈജീന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും ആളുകൾക്ക് അസുഖങ്ങൾ വരാം മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് കാരണം. അപ്പൊ അങ്ങനെ വരുന്ന ഡിസീസസ് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് എടുക്കുക, പ്രിവെന്റ് ചെയ്യാനുള്ളത് നോക്കുക. ഇനി മെഡിക്കേഷൻസ് എടുക്കണം, തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാം. നമ്മുടെ മെന്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡെയിലി ആക്ടിവിറ്റീസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. അത് ചിലപ്പോ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതാവാം, കുറച്ചു നേരം പാട്ട് കേൾക്കുന്നതാകാം, മെഡിറ്റേഷൻ ചെയ്യുന്നതായിരിക്കാം, നമ്മുടെ പ്രെയർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആരാധനാലയങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്യുന്നതായിരിക്കാം, ചെറിയൊരു ഔട്ടിംഗ് ആയിരിക്കാം, ചെറിയൊരു മൂവി ആയിരിക്കാം. അങ്ങനെ എന്താണോ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതാണ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഫൈൻ. സോ നെക്സ്റ്റ്, നീഡ് ഫോർ മെന്റൽ ഹൈജീൻ ഇൻ സ്കൂൾസ്. ഇനി സ്കൂൾസിൽ ഇതിന്റെ നീഡ് എന്താണ് മെന്റൽ ഹൈജീൻ സ്കൂൾസിൽ അതിന്റെ നീഡ്, അതാണ് നെക്സ്റ്റ് ടോപ്പിക് വരുന്നത്. ഇതാരാ ഒന്ന് വായിക്കാം? Need for mental hygiene in schools. The major incidence of extensive social problems like indiscipline, indelinquent behavior, truancy, suicide, underachievement, running away from school, etc. among school children calls for practicing mental hygiene in schools. Often the school is itself a source of maladjustment, lack of friendliness on the part of the teacher, overemphasis on school marks, teachers partially fears of failure, excess homework, heavy curriculum, etc. cause mental tension and fear in children. The mental hygiene practice helps the teachers to change their angle of vision so that the school surroundings become good for the health development of the students. സ്കൂളിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഇതിന്റെ നീഡ് നമുക്കറിയാം. കുഞ്ഞുങ്ങൾ അല്ലെ വീട്ടിൽ നിന്നും സ്കൂളിൽ വരുന്നു, ഒരു മോർ ആക്റ്റീവ് ആയിരിക്കുന്നത് സ്കൂൾ ടൈമിലാണ്. ആ ഒരു മോർണിംഗ് ടു ഈവനിങ് ഒരു സ്കൂളില് നല്ല ആക്റ്റീവ് ആയിരിക്കും. സ്കൂളില് പലപ്പോഴും കുട്ടികൾക്ക് പറ്റിയ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഡിലിൻക്വന്റ്, അതായത് ഗിൽറ്റി ബിഹേവിയർ, ഇൻഡിസിപ്ലിൻ, അങ്ങനെയുള്ള പല സോഷ്യൽ പ്രോബ്ലംസും നമുക്ക് കാണാനായിട്ട് പറ്റും. കുട്ടികൾ ഫെയിലിയർ, എന്തെങ്കിലും ഒരു തോൽവി അവർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു പരാജയം സംഭവിച്ചു, ട്രുവൻസി എന്ന് പറയുന്നതാണ് ഫെയിലിയർ ടു അറ്റൻഡ്. അതാണ് പലപ്പോഴും ഫെയിലിയർ സംഭവിക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു സൂയിസൈഡ് ടെൻഡൻസീസ് വരാം. പിന്നെ ഉദ്ദേശിച്ച പോലെ അവർക്ക് അച്ചീവ്മെന്റ് കിട്ടാതിരിക്കുക.
സ്കൂളിൽ നിന്ന് ഓടിപ്പോവുക, അങ്ങനെയൊക്കെ വരുന്നത്. അതായത് ഇപ്പൊ സ്കൂളിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടായിരിക്കും പഠിക്കുന്ന കാര്യത്തില്, വീട്ടിൽ നിന്നും പ്രഷർ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് സ്കൂളില് മെന്റൽ ഹൈജീൻ പ്രാക്ടീസ് ചെയ്യിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്കൂള് ശരിക്കും ചില സമയത്ത് ഒരു മാൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു സോഴ്സ്, ഒരു എൻവിയോൺമെന്റ്, ഒരു സറൗണ്ടിങ്സ് ആകാനുള്ള കാരണമാകാം. അതായത് കുട്ടികൾ ഇമോഷണലി ഇൻസ്റ്റേബിൾ ആകാം, അവർക്ക് ശരിയായ രീതിയിൽ അവർക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരാം, ഇമോഷണലി ഇൻസ്റ്റേബിൾ ആകും. പലപ്പോഴും ടീച്ചറുടെ ഭാഗത്തുനിന്ന് അത്ര ഫ്രണ്ട്ലി അല്ലാത്ത ടീച്ചർ ആണെങ്കിൽ, സ്കൂൾ മാർക്കിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണെങ്കിൽ, ടീച്ചർ പാർഷ്യാലിറ്റി കാണിക്കുന്നു, ബയസ്ഡ് ആയിട്ടുള്ള ബിഹേവിയർ, ചില കുട്ടികളോട് ഭയങ്കര കാര്യം, ചില കുട്ടികൾ ഇപ്പൊ പഠിക്കുന്ന കുട്ടികളെ നല്ല രീതിയിൽ പഠിക്കാത്ത കുട്ടികളോട് ഇതായിട്ട് പെരുമാറുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ഈവൻ ഞങ്ങളന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ ടീച്ചർ പഠിപ്പിക്കാൻ വരുന്നേട്ടോ, ഇംഗ്ലീഷ് ആയിരുന്നു വെച്ചു. അപ്പൊ ആ സമയത്ത് ആ ടീച്ചറുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാർഷ്യാലിറ്റി ആയിരുന്നു. പഠിക്കുന്ന കുട്ടികളോട് ആ ടീച്ചർക്ക് ഭയങ്കര താല്പര്യം, അതുപോലെ തന്നെ കാണാൻ അട്രാക്റ്റീവ് ആയിട്ടുള്ളവരോടും ഭയങ്കര താല്പര്യം. ബാക്കിയുള്ളവരെയൊക്കെ ടീച്ചർ അവോയ്ഡ് ചെയ്യുന്ന ഒരു ടീച്ചർ. ഞങ്ങൾ സ്റ്റുഡൻസിന് തന്നെ അത് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ഒരുമാതിരി തോന്നും അങ്ങനെ വരുന്നു. പിന്നെ തോറ്റു പോകുമെന്നുള്ള പേടി, എക്സസ് ഹോംവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര സിലബസ്, ഭയങ്കര കട്ടിയുള്ള സിലബസ്, ഹെവി കരിക്കുലം, ഇതെല്ലാം കുട്ടികളിലെ മെന്റൽ ടെൻഷനും ഫിയറും എല്ലാം ഉണ്ടാക്കുന്നു കുട്ടികളിൽ. അപ്പൊ മെന്റൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ അവിടെ ടീച്ചേഴ്സിന്റെ റോൾ തന്നെയാണ്. ടീച്ചേഴ്സിനും നല്ല മെന്റൽ ഹൈജീൻ വേണം, കുട്ടികൾക്കും അത് നല്ല രീതിയിൽ കൊടുക്കേണ്ട രീതിയിൽ പ്രാക്ടീസ് ചെയ്യും. അതുകൊണ്ടാണ് സ്കൂളിൽ ഇപ്പോ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. യോഗ, അങ്ങനെ ഡാൻസ്, മ്യൂസിക്, അങ്ങനെ പല രീതിയിലുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് അവര് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ മെന്റൽ ഹൈജീൻ ടീച്ചേഴ്സും അതുപോലെ തന്നെ കുട്ടികളിലേക്കും അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യിക്കാനുള്ള പല മാർഗങ്ങളും സ്കൂളിൽ നിലവിലുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ സറൗണ്ടിങ്സും ആ എൻവിയോൺമെന്റ് എല്ലാം ഒരു കുട്ടിയുടെ നല്ലൊരു ഹെൽത്ത്, ആ ഒരു ഡെവലപ്മെന്റിന് വേണ്ടി പറ്റുന്ന രീതിയിലായിരിക്കും. നമുക്ക് പല രീതിയിൽ മെന്റൽ ഡിസോർഡേഴ്സ് സംഭവിക്കാം, ഡിപ്രഷൻ ഉണ്ടാകാം, അല്ലെ? ഈ ചില മെന്റൽ ഡിസോർഡേഴ്സ് ഒന്നും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറില്ല. ചിലത് ജെനറ്റിക് ആയിരിക്കും, ചിലത് എന്തെങ്കിലും ഷോക്ക്, എന്തെങ്കിലും ഒരു ട്രോമ അതുമൂലം സംഭവിക്കുന്ന ഡിസോർഡേഴ്സ് ഉണ്ട്. ലൈഫ് ലോങ് ഉണ്ടാകും. സ്കിസോഫ്രീനിയ പോലുള്ള ഇതുണ്ടല്ലോ, ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്യാതിരിക്കുക, സൈക്കോട്ടിക് ഡിസോർഡർ ആണ് സ്കിസോഫ്രീനിയ. എനിക്ക് ഞങ്ങൾ ഒരുമിച്ച് എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പോവും, അങ്ങനെ വീക്കെൻഡ് വീട്ടിൽ വരുമ്പോൾ ഒരുമിച്ച് പോകുന്ന അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. നല്ല ഒരു റോയൽ ഫാമിലി എന്തോ ആണ് ആ കുട്ടി. അപ്പൊ അങ്ങനെ രാജപരമ്പരയിൽ പെട്ടതോ അങ്ങനെ എന്തോ ആണ്. അച്ഛൻ CA ആണ്, ഫിനാൻഷ്യലി ഒക്കെ ഒരു നല്ല റിച്ച് ആയിട്ടുള്ളത്. അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല, പക്ഷെ ഭയങ്കര സ്നേഹമായിട്ടോ ചെല്ലുമ്പോ ഭക്ഷണമൊക്കെ തന്നിട്ടൊക്കെ വിടുകയുള്ളൂ. ഇതിനൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടനും ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് CA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. CA ഭയങ്കര ടഫാണല്ലോ, ഒരു പേപ്പർ കിട്ടിയില്ലെങ്കിൽ മുഴുവൻ എഴുതണം, അങ്ങനെ എന്തൊക്കെയോ ആണല്ലോ അതിന്റെ രീതികൾ. ചേട്ടൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, അത് ക്ലിയർ ആവുന്നില്ല. ഞങ്ങളുടെ കോഴ്സ് കഴിയുമ്പോഴും ചേട്ടന്റെ കഴിഞ്ഞിട്ടില്ല. കോഴ്സ് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോന്നു, അങ്ങനെയൊക്കെ ആയി. പിന്നെ ഒരു കണക്ഷൻ ഇല്ലാതായി. പിന്നെ ഞാൻ അറിയുന്നത് ഈ കുട്ടി വേറെ ഒരു റിലീജിയനിൽ പെട്ട ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന എന്റെ കൊളീഗ് ആയിരുന്ന ഒരു പയ്യനെ കല്യാണം കഴിച്ചു. അപ്പൊ വീട്ടില് പിന്നെ കേറ്റാതായി. ഇതിന്റെ വീട്ടിലെ ഇവര് രാജപരമ്പരയിലുള്ള ആൾക്കാരാണല്ലോ, അതിൻ്റെതായ പ്രഷറും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീടുമായിട്ടുള്ള കംപ്ലീറ്റ് കണക്ഷൻസ് പോയി. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കോളേജിൽ, എന്റെ ക്ലാസ്സിലായിരുന്നില്ല കോളേജില്, കോളേജില് എല്ലാ ബാച്ചിലെയും 6 ബാച്ചിലായിരുന്നു, 6 ബാച്ചിലെയും പെൺകുട്ടികൾ മാത്രമായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തു. അപ്പൊ അതില് ഈ കുട്ടി ഉണ്ടായിരുന്നു. അത് എന്നെ നമ്പർ കണ്ടുപിടിച്ചിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് ആള് മുംബൈയിലായിരുന്നു ആദ്യം, അത് കഴിഞ്ഞപ്പോ ഓസ്ട്രേലിയയിലേക്ക് പോയി. അവിടെ ഹസ്ബൻഡും അതും മോനുമായിട്ട് അവിടെ താമസിക്കുന്നത്. അപ്പൊ ഞാൻ വീട്ടിലെ വിവരമൊക്കെ ചോദിച്ചപ്പോഴാണ് പറയുന്നത് അച്ഛൻ മരിച്ചുപോയി, അമ്മയും മരിച്ചുപോയി. അച്ഛന് ക്യാൻസർ വന്നാണ് മരിച്ചത്, അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അമ്മ മരിച്ചത്. അപ്പൊ എന്നോട് ഭയങ്കര മടിച്ചിട്ടാട്ടോ പറഞ്ഞത്, ജിഷ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? കോവിഡ് ഒക്കെ കഴിഞ്ഞ സമയമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. പറഞ്ഞു എന്റെ വീട്ടില് ചേട്ടൻ മാത്രമേ ഉള്ളൂ, ചേട്ടൻ അവിടെ ഉണ്ടോന്നൊന്ന് അന്വേഷിക്കാമോ? എനിക്ക് ഭയങ്കര ഒരു എന്താ അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല.
ഒന്ന് അവിടെ ഉണ്ടോന്നൊന്ന് അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ആള് ഗേറ്റും വാതിലും ഒന്നും തുറക്കില്ല, ചെന്ന് അങ്ങനെ മുട്ടിയാലൊന്നും അറിയാൻ പറ്റില്ല, രാത്രി സമയത്ത് അവിടെ ലൈറ്റ് കിടക്കുന്നുണ്ടോന്ന് മാത്രം ഒന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല. അപ്പൊ ഇവരുടെ വീടിന്റെ ഓപ്പോസിറ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാൻ അതിനെ വേഗം വിളിച്ചിട്ട് ഞാൻ ചോദിച്ചപ്പോ ആ കുട്ടിയാണ് പറഞ്ഞത് എന്നോട്. അപ്പൊ കുട്ടി വേറൊരു ആന്റി ഉണ്ടായിരുന്നു, അപ്പൊ ആ ആന്റിയെ വിളിക്കുക ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ആ ആന്റിയെ വിളിച്ചപ്പം ആന്റി ഈ കുട്ടിയെ ട്യൂഷൻ പഠിപ്പിച്ചാട്ടോ. അപ്പൊ പുള്ളിക്കാരിയെ വിളിച്ചു, എനിക്കും അറിയാവുന്നതാന്ന് വെച്ചപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഈ അമ്മയും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ ഈ മോളുമായിട്ട് കണക്ഷൻ ഒന്നും ഇല്ലായിരുന്നല്ലോ. പക്ഷെ അമ്മയ്ക്ക് ഡിമൻഷ്യ ആയിരുന്നു. ഒരു മെയ്ഡ് എന്തോ വരും അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് വരും. പക്ഷെ ഈ പയ്യൻ ഈ CA കിട്ടാതെ വന്ന് ഡിപ്രഷൻ പോലെയായി, സൈക്കോട്ടിക് ഡിസോർഡർ ആയി, സ്ക്രിസോഫ്രീനിയായി. സ്ക്രിസോഫ്രീനിയയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും വിശ്വാസമില്ല. പുള്ളിയുടെ ഒരു രീതി ആരെയും വിശ്വാസമില്ല, ആരെയുമായിട്ട് സോഷ്യലൈസ് ചെയ്യില്ല. പുള്ളിക്കാരൻ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലോ എങ്ങാണ്ട് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, പോയിട്ട് പ്രൊവിഷൻസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരും, തന്നെയാണ് കുക്ക് ചെയ്യുന്നതൊക്കെ. അമ്മയ്ക്ക് ഡിമെൻഷ്യ പോലുള്ള സംഭവമാണല്ലോ. ഒരു ദിവസം ഈ മെയ്ഡ് വന്നപ്പോ ഗേറ്റ് ഇങ്ങനെ ലോക്ക് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ഡേ വന്നപ്പോ തുറക്കാൻ പറ്റുന്നില്ല, പുള്ളിക്കാരി തിരിച്ചുപോയി. പിറ്റേ ദിവസം വന്നപ്പോഴും ലോക്ക് തന്നെ. അപ്പൊ ആ റെസിഡൻസ് അസോസിയേഷന്റെ ആളെ കണ്ടുപിടിച്ച് അവിടെ ചെന്ന് പറഞ്ഞപ്പോഴേക്ക് ഇവര് ഗേറ്റ് പൊളിച്ച് താക്കോല് തകർത്തെങ്ങാണ്ട് അകത്ത് കയറി പോലീസിനെ വിളിച്ചു. ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. പോലീസ് വന്നു. ഡോറ് തുറന്നപ്പോ കണ്ട കാഴ്ച ഈ അമ്മേനെ കട്ടില് കെട്ടിയിട്ടിരിക്കുന്നു. പുള്ളിക്കാരൻ എവിടേക്ക് പോയതാണ് 2 ദിവസത്തേക്ക്. അമ്മ ഡിമെൻഷ്യ ഉള്ളതാണല്ലോ, ഇറങ്ങി എങ്ങാനും പോയാലോ എന്ന് വിചാരിച്ചിട്ട് കട്ടിലിന്റെ കാലിൽ ഇങ്ങനെ കെട്ടിയിട്ടു. അത് പിന്നെ മാതൃഭൂമി വന്ന് ന്യൂസ് ആക്കി, അവിടെ മുഴുവനും ന്യൂസിലൊക്കെ കാണിച്ചു. അങ്ങനെ ഈ മറ്റേ കുട്ടി ഓസ്ട്രേലിയയിൽ ഇരുന്നത് കാണുമോ ന്യൂസിലൂടെ. അതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതിന് ഭയങ്കര വിഷമായി. അങ്ങനെ അമ്മയെ ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവരാണ് രാജകുടുംബത്തിലെ ഒരു അംഗം. നമുക്ക് പറയാൻ എങ്ങനത്തെ ഒരു ഫാമിലിയിലാണെങ്കിലും എന്താ ഇതിനൊരു അവസ്ഥ വന്നു കഴിഞ്ഞ് അത് കഴിഞ്ഞ് അമ്മയെ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റി. ആ അമ്മ അവിടെ വെച്ചാണ് മരിച്ചത്. എന്നിട്ട് ഈ പയ്യൻ മാത്രമായി. പിന്നെ ഞാൻ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നതിനടുത്താണ് കേട്ടോ. അപ്പൊ ഞാനൊരു ദിവസം ഹസ്ബൻഡ് ഓഫീസിൽ പോയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ലേറ്റ് ആയിട്ട് പോകാം, എന്നിട്ട് ആ വീടിന്റെ മുന്നിലൂടെ പോകാം, ലൈറ്റ് ഉണ്ടോ എന്ന് നോക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ലേറ്റ് ആയിട്ട് ആ വീടിന്റെ മുന്നിലൂടെ പോയപ്പോ നിറയെ കാട് പിടിച്ചിരിക്കുക, ഗേറ്റ് ഇങ്ങനെ തുരുമ്പ് പിടിച്ചിരിക്കുവാണ്. ആ വീട് കണ്ടു കഴിഞ്ഞാൽ അവിടെ ആൾതാമസം ഉണ്ടെന്ന് തോന്നില്ല. പക്ഷെ ലൈറ്റ് ഒന്നും കണ്ടില്ല. അപ്പൊ എങ്ങനെ ഞാൻ ഇതിനോട് പറയും എന്നുള്ളൊരു വിഷമായിരുന്നു എനിക്ക്. ഞാൻ എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊന്ന് നോക്കിച്ചാലും. ആള് സ്വയം ആശ്വസിക്കുക, അവിടെ ഉണ്ടാകും, പേടിച്ചിട്ട് കോവിഡ് പേടിച്ച് പുറത്തേക്ക് ഇറങ്ങാത്തതായിരിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞു. പിന്നെ ഒരു അപ്ഡേറ്റ്സും എനിക്ക് കിട്ടിയില്ല. പിന്നെ എന്നോട് പിന്നെയും ഒരു പ്രാവശ്യം ഒന്ന് നോക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെയും അതുവഴി പാസ് ചെയ്തു. അപ്പോഴും അവിടെ ലൈറ്റും ഒന്നുമില്ല. അപ്പം പിന്നെ എവിടെയെങ്കിലും പോയതായിരിക്കും എന്നുള്ള പുള്ളിക്കാരി സ്വയം ആശ്വസിക്കുക. ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലേക്കാണ് കല്യാണം കഴിച്ചു പോയത്. അത് കാരണം ഒന്നും ഔട്ട് ഓഫ് ദ വേ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുന്നു. ഇപ്പൊ എന്തായി അവരുടെ അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, കുട്ടികളോട് ചോദിച്ചാലോ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഒക്കെ ഞാനിരുന്ന് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അറിയില്ല, നമ്മുടെ ചുറ്റുമുള്ള ഒരാൾക്ക് ജനറ്റിക് ആയിട്ട് വരുന്നതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ടുള്ളതാണ്. അല്ലാതെ പല ഷോക്കിംഗ് ഇൻസിഡന്റിലൂടെ ഡിപ്രഷനിലൂടെ ആണ് ആളുകൾക്ക് ഇതുപോലെ സൈക്കാട്രിക് ഡിസോർഡർ എടുക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഇടപെടാൻ പറ്റുന്ന ഇടങ്ങളിൽ ആളുകളെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അവർ ഏതെങ്കിലും ഒരു വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. പലപ്പോഴും ആളുകൾക്ക് എന്തെങ്കിലും ഒരു സങ്കടം, ഒരു ദുഃഖമൊക്കെ വന്നു കഴിഞ്ഞാല് അത് അങ്ങനെ ഇരിക്കും. ആ ഒരു സമയത്ത് ആ ദുഃഖം ഒന്ന് ലഘൂകരിക്കാനോ അതൊന്ന് കുറഞ്ഞാനോ അത് പങ്കിടാനോ ആരുമില്ലാതെ വരുമ്പോ ഇത് കൂടി നിരാശ എന്നുള്ളൊരവസ്ഥയിലെത്തും, ഡെസ്പയർ. അത് കഴിഞ്ഞ് ഇത് കൂടി ഡിപ്രഷൻ എന്നുള്ളൊരവസ്ഥയിലെത്തും. ആ ഓരോ സ്റ്റേജിലും അത് ഇടപെടാൻ മനസ്സിലാക്കിക്കാൻ ഒരാളോ അല്ലെങ്കിൽ അത് മാറ്റാനായിട്ട് എന്തെങ്കിലും ഒരു അവസ്ഥകളോ ഒന്നും ഇല്ലാതെ വരുമ്പോൾ ഈ ഡിപ്രഷൻ കൂടി ക്ലിനിക്കൽ ഡിപ്രഷൻ ആയിട്ട് മാറും. അതായത് മെഡിസിൻ കഴിച്ചാലേ മാറുള്ളൂ,
ആ രീതിയിലുള്ള ക്ലിനിക്കൽ ഡിപ്രഷൻ ആയിട്ട് മാറും. ഈ ക്ലിനിക്കൽ ഡിപ്രഷൻ വീണ്ടും കൂടി കൂടി തോട്ട്സ് ആവും. ഞാൻ എന്തിനാ ജീവിക്കുന്നേ, എന്റെ ജീവിതം കൊണ്ട് എന്ത് ഗുണമുള്ളത്, ജീവിക്കണ്ട, മടുത്തു, ദാറ്റ് ടൈപ്പ് ഓഫ് തോട്ട്സ്. ആ തോട്ട്സ് പിന്നെ പ്ലാൻ ആവും, സൂയിസൈഡ് പ്ലാൻ, ജീവിതം അവസാനിപ്പിക്കാനുള്ള പ്ലാൻ കണ്ടെത്തുക. പിന്നെ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മീൻസ്, അതായത് ഏത് മാർഗത്തിൽ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാം, അങ്ങനെയുള്ള ചിന്തിക്കും. ഒരു ദിവസം അവരതങ്ങ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു മനുഷ്യനൊരു സങ്കടം, ഒരു ദുഃഖത്തിൽ നിന്ന് അത് എന്താ പറയുക, അങ്ങ് കൂടി ജീവിതം തന്നെ ഇല്ലാണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഇടങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. കുട്ടികളിലും ഈ രീതിയിലുള്ള ഒരു ടെൻഡൻസി കാണുന്നുണ്ട്. അവർക്കൊരു ഡിപ്രഷൻ വന്നാൽ അവർക്ക് ഇതുപോലുള്ള പ്രഷറാണല്ലോ, പഠിക്കുന്ന കാര്യങ്ങളിൽ തോറ്റുപോകുന്നുള്ള പേടി. നമ്മൾ കേൾക്കാറുണ്ട് 10th റിസൾട്ട് വരുന്നതിന് മുമ്പ് എവിടെയെങ്കിലൊക്കെ ഒരു സൂയിസൈഡ്, +2 അങ്ങനെയും കേൾക്കാറുണ്ട്. അങ്ങനെ തോറ്റുപോകുമെന്നുള്ള ഭയം മൂലം അങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാപ്ഷനിലൊക്കെ നമ്മൾ ന്യൂസ് കാണും. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷനിലെ മൂലം അല്ലെങ്കിൽ ഇതുപോലുള്ള മെന്റൽ ഹെൽത്തിന്റെ പ്രശ്നങ്ങൾ മൂലം വരുന്നതാണ്. ഇങ്ങനെ വരുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാനോ അവർക്ക് മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യാനോ ഒന്നും പറ്റാതെ വരും. അങ്ങനെ വരുമ്പോഴാണ് അവർ കെയർലെസ് ആയിരിക്കും, ഭയങ്കര കെയർലെസ് ആയിരിക്കും. അവരവരെ തന്നെ ശ്രദ്ധിക്കില്ല, ചിലർ കുടിക്കില്ല, ചിലർ ഭക്ഷണം കഴിക്കില്ല, ആ ഒരു അവസ്ഥയിലൊക്കെ പോകും. ഇത് ചില ഡിസോർഡേഴ്സ്, അതായത് ബൈപ്പോളാർ ഡിസോർഡർ, അങ്ങനെ മെന്റൽ ഡിസോർഡർ, ആൻസൈറ്റി ഡിസോർഡർ, ഇതൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് ക്യൂർ ചെയ്യാൻ പറ്റില്ല. ഈ ബൈപ്പോളർ ഡിസോർഡർ പോലുള്ളതൊന്നും ക്യൂർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് നമുക്ക് ട്രീറ്റ് ചെയ്ത് അതിന്റെ എഫക്റ്റ് കുറയ്ക്കാം. അത് ഇനീഷ്യലി തുടക്കത്തിലേ തന്നെയാണെങ്കിൽ ഇവർക്കൊരു മൂഡ് സ്വിങ്സ് ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ബിഹേവ് ചെയ്യും, ചിലപ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ട്, ചില സമയത്ത് ഭയങ്കര വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. അപ്പം മെഡിസിൻസ് ഒക്കെ എഫക്റ്റീവ് ആയിരിക്കും ഇതിന്റെ എഫക്റ്റ് കുറയ്ക്കാനായിട്ട്. ആ രീതിയിൽ ചെയ്യാം. പിന്നെ കോഴ്സസ് ജെനറ്റിക്സ് ആയിരിക്കാം, വളർന്നു വരുന്ന സാഹചര്യങ്ങളായിരിക്കാം, പിന്നെ പലപ്പോഴും ഈ ബ്രെയിനിന്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻസ് ഒക്കെ സംഭവിക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള ഡിസോർഡേഴ്സിന് കാരണമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ചുറ്റുപാടുള്ള ഒരാള് നമുക്കൊരു വിഷമം വരുമ്പോൾ എത്രയും പെട്ടെന്ന് അത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയോട് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മാർഗങ്ങളിലൂടെ അത് നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫും കൂടി ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സോ നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ ഹെഡിങ് വേണ്ട ആവശ്യമില്ല. മെന്റൽ ഹൈജീൻ തന്നെ ഹെഡിങ് കൊടുത്തിട്ട് അവിടെ ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വീണ്ടും മെന്റൽ ഹെൽത്ത് ഈസ് ദ സയൻസ് എന്നാണ്, അവിടെ ഹൈജീൻ ആക്കുക. മാം, ഇപ്പൊ എടുത്ത പാരഗ്രാഫിലെ ടീച്ചേഴ്സ് പാർഷ്യാലിറ്റി എന്നാണോ വരിക, അതോ ടീച്ചേഴ്സ് പാർഷ്യലി എന്നാണോ? പാർഷ്യാലിറ്റി ആണ് അവിടെ, പാർഷ്യാലിറ്റി നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫ് റീഡ് ചെയ്യാനുള്ള മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ. അതിന് കുറച്ചധികം പറയാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? കുറെ കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്. നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ ആ PDF കൂടെ ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം, PFAയുടെ. സമയം കിട്ടുമ്പോൾ അതൊന്ന് വായിക്കാം. നെക്സ്റ്റ് വീക്കിലായിരിക്കും ഇനി ഞാൻ ക്ലാസ് എടുക്കുക. ഫ്രൈഡേ ഞാൻ ഉണ്ടാവില്ല. ഓക്കെ, ശരീരത്തിന്റെ ആരോഗ്യത്തെക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ മനസ്സിന്റെ ആരോഗ്യത്തിന് എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ പറയില്ലേ, ഭക്ഷണം കഴിച്ചിട്ടൊന്നും ശരീരത്തിൽ പിടിക്കുന്നില്ല, മനസ്സ് നമ്മളുടെ അതുപോലെ നല്ല ക്ലിയർ ആകണം. എന്നാൽ മാത്രമാണ് പലപ്പോഴും പല പ്രശ്നങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. നമ്മളുടെ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തിയൊക്കെ താളം തെറ്റും. മനസ്സിന്റെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻസ് തന്നെയാണ്. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ മാത്രമല്ല, ഇൻഡിവിജ്വലി മാത്രമല്ല, നമ്മളുടെ ഒരു ഗ്രൂപ്പ്, നമ്മൾ ഇടപെടുന്ന എല്ലാ ഇടങ്ങളിലും. ഓക്കെ, ഒന്ന് റീഡ് ചെയ്തിട്ട് വരിക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. മോക്ക് ടെസ്റ്റ് ഒക്കെ കിട്ടിയില്ലേ? യെസ് മാം. എങ്ങനെയുണ്ട്? ചെയ്യാനൊക്കെ എളുപ്പമായി തോന്നിയോ? എളുപ്പമായിരുന്നു. രീതിയിലൊക്കെ യെസ്. Ma'am, sign out. Yes, sorry. Good afternoon, everyone.
A huge thank you to our Jisha ma'am for their brilliant lecture and to all of you for your valuable engagement. We hope you leave with a valuable takeaway. Have a wonderful day ahead. Thank you. ഓക്കെ ബൈ. ഐശ്വര്യ വന്നില്ലേ? അച്ചു ചിക്കു. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. Thank you. Thank you, Miss. Thank you, ma'am.